ദേവത കഥകൾ. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ സുന്ദരിയായ പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ എപ്പോഴും ഒരു ചുവന്ന ശിരോവസ്ത്രം ധരിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവളെ ദ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് വിളിച്ചു. റൈഡിംഗ് ഹുഡ്, റൈഡിംഗ് ഹുഡ്, റൈഡിംഗ് ഹുഡ്. ഞാനിവിടെ ഉണ്ട്. ഇതാ വരുന്നമ്മേ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ചോക്ലേറ്റ് കഴിക്കുമായിരുന്നോ? അല്ലമ്മേ. നീ എന്നോട് കള്ളം പറയല്ലേ? അതൊക്കെ പോട്ടെ, ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്ക്. മുത്തശ്ശിക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് വേഗം കൊണ്ടുപോയി കൊടുക്ക്. ശരി, എന്നാ ഞാൻ കൊണ്ടേ കൊടുക്കാം. പകരം എനിക്ക് എന്ത് തരും? ചോക്ലേറ്റ് തരോ? ഒരുപാട് ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. അവളുടെ അമ്മ അവൾക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് കൊടുത്തു. സൂക്ഷിക്കണം, വഴിമധ്യ ആരെ കണ്ടാലും നീ അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ശരിയമ്മേ, ഞാൻ ആരോടും മിണ്ടില്ല. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് പാട്ട് പാടിക്കൊണ്ട് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തിരിച്ചു. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Hey! Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. പെട്ടെന്ന് ഭീകരനായ ഒരു ചെന്നായ് അങ്ങോട്ട് വന്നു. അതിനെ കണ്ട ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് വളരെയധികം പേടിച്ചു. നീ എങ്ങോട്ടാണ് പോകുന്നത് കുട്ടി? എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് പോവാ ചെന്നായ് ചേട്ടാ. ഞാൻ പോയിക്കോട്ടെ? ഓ, അങ്ങനെയാണോ? ആ കൂടെയോ? അതിനുള്ളിൽ എന്താണുള്ളത്? കാണിക്കേ. ഇതിനകത്ത് എന്റെ മുത്തശ്ശിക്ക് ആവശ്യമുള്ള സാധനങ്ങളാ. എന്റെ മുത്തശ്ശിക്ക് സുഖമില്ല. ഓ, നീ വളരെ നല്ല കുട്ടിയാണല്ലോ. ശരിയെങ്കിൽ നീ പോയി നിന്റെ മുത്തശ്ശിയെ കാണ്. അല്ല, നിന്റെ മുത്തശ്ശിയുടെ വീട് എവിടെയാണ്? പഴയ പള്ളിയില്ലേ, അവിടെയാ ഉള്ളത്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഭക്ഷിക്കണമെന്ന് കരുതി ചെന്നായ് ഒരു പദ്ധതി ഇട്ടു. ശരി സുന്ദരിക്കുട്ടി, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നിനക്ക് നല്ല പൂക്കൾ കൊണ്ടുപോയി കൂടി. ഇവിടെ നല്ല മണമുള്ള മനോഹരമായ ഒരുപാട് പൂക്കളുണ്ട്. ഇത് കൊള്ളാലോ, എനിക്ക് വേണം. മുത്തശ്ശി ഒരുപാട് സന്തോഷിച്ച് എനിക്ക് കുറെ ചോക്ലേറ്റ്സ് തരും. മുത്തശ്ശിക്ക് ഭംഗിയുള്ള പൂക്കൾ ഒരുപാട് ഇഷ്ടാ. എന്നാ ശരി, നീ നിന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിക്കോ. ഞാനും പോവാ. നന്ദി ചെന്നായ് ചേട്ടാ. ടാറ്റാ. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് കാട്ടിൽ കൂടി നടന്ന് പുഷ്പങ്ങൾ പറിക്കാൻ തുടങ്ങി. ഇവൾക്ക് നല്ല രുചി ഉണ്ടാകും. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ശരി, ആദ്യം ഇവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് മുത്തശ്ശിയെ തിന്നാം. അതിനുശേഷം ഇവളെയും തിന്നാം. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് പുഷ്പങ്ങൾ പറിക്കുന്നതിനിടയിൽ ആ വലിയ ചെന്നായ് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ ചെന്നായ് വാതിലിൽ മുട്ടി. ആരാണത്? ദാ വരുന്നു. തീർച്ചയായും ഇതെന്റെ കൊച്ചുമകളായിരിക്കും. ആ ചെന്നായി അവരെ പിടിച്ച് രക്ഷിക്കണേ എന്ന് കരയുന്നതിന് മുൻപ് തന്നെ മുഴുവനായും വിഴുങ്ങി. നല്ല രുചിയുള്ള മുത്തശ്ശി, നന്നായിരുന്നു. ചെന്നായി ഉടനെ മുത്തശ്ശിയുടെ വേഷങ്ങൾ അണിഞ്ഞ് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങി. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് വരുന്നതും കാത്ത് ചെന്നായ് കട്ടിലിൽ കിടന്നു. അതേസമയം റെഡ് റൈഡിംഗ് ഹുഡ് വരുന്നുണ്ടായിരുന്നു. ഈ ലോകം വളരെ സുന്ദരമാണ്. എല്ലാത്തിനും വളരെ വളരെ നന്ദി. പാട്ട് പാടുന്ന പക്ഷികൾക്കും നന്ദി. ഇവയെല്ലാം തന്നതിനും ദൈവത്തിനും നന്ദി. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് ആ വീടിന്റെ അടുത്തെത്തി അകത്തേക്ക് കടന്ന് തന്റെ മുത്തശ്ശിയുടെ അടുത്തിരുന്നു. സുഖാണോ മുത്തശ്ശി? എന്റെ അസുഖം ഇനിയും മാറിയില്ല മോളെ. ഇപ്പൊ നിന്നെ കണ്ടതിന് ശേഷം കുറച്ച് ഭേദമുണ്ട്. ഓ, അത് ശരി.
മുത്തശ്ശിയുടെ കണ്ണെങ്ങനെ ഇത്രയും വലുതായത്? നീ എന്നെ കണ്ടിട്ട് കുറെ ആയില്ലേ, അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്. ഇതെന്താ, മുത്തശ്ശിയുടെ കാതുകളും ഒരുപാട് വലുതായല്ലോ. നീ പറയുന്നതെല്ലാം കേക്കണ്ടേ, അതുകൊണ്ടാ കാതുകൾ വലുതായത്. മുത്തശ്ശിയുടെ പല്ലുകളും പഴയതിനേക്കാൾ വലുതായല്ലോ. നിന്നെ തിന്നാൻ എന്റെ പല്ലുകൾക്ക് ബലം വേണ്ടേ? അങ്ങനെ പറഞ്ഞ് ചെന്നായി കട്ടിലിൽ നിന്ന് താഴോട്ട് ചാടി ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിനെ പിടിച്ച് വിഴുങ്ങി. അങ്ങനെ വിശപ്പടങ്ങിയ ചെന്നായ വീണ്ടും കട്ടിലിൽ കയറി കിടന്നു. വയറ് വല്ലാതെ നിറഞ്ഞിരുന്നത് കൊണ്ട് ചെന്നായ ഉടൻ തന്നെ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ആ വീടിനടുത്തുകൂടെ കടന്നുപോയ മരം വെട്ടുകാരന് ആ ശബ്ദം കേട്ടു. ഇവിടെന്താ ഒരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് അകത്ത് ചെന്ന് നോക്കാം. അതുകൊണ്ട് അയാൾ വീട്ടിനകത്തേക്ക് ചെന്ന് കിടക്കയിൽ കിടന്നുറങ്ങുന്ന ചെന്നായെ കണ്ടു. നിന്നെ ഞാൻ കുറെ കാലമായി അന്വേഷിക്കുന്നു. നീ ഇവിടെയായിരുന്നു. ഇത്രയും കാലങ്ങൾക്ക് ശേഷം നിന്നെ ഇവിടെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെന്നായുടെ വയറ്റിൽ എന്തോ അനങ്ങുന്നത് കണ്ടു. ചെന്നായി മുത്തശ്ശിയെ വിഴുങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. മുത്തശ്ശിയെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അയാൾ ഒരു കത്രികയെടുത്ത് ചെന്നായുടെ വയറ് കീറി. കുറച്ച് വെട്ടിയപ്പോഴേക്കും ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന റെഡ് റൈഡിംഗ് ഹുഡ് കരയാൻ തുടങ്ങി. എന്റെ ഈശ്വര, അകത്തെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടില് കണ്ണും കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മുത്തശ്ശിയും പുറത്തേക്ക് വന്നു. അവർക്കും ജീവനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്ന് വലിയ കല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ചെന്നായുടെ വയറ്റിലിട്ടു. മരം വെട്ടുകാരൻ ചെന്നായുടെ വയറ് തയ്ച്ചു. പെട്ടെന്ന് തന്നെ ആ ചെന്നായി ഉറക്കമുണർന്നു. എല്ലാവരും ഓടി ഒളിച്ചു. ചെന്നായ്ക്ക് അവിടെ ആരുമില്ലെന്ന് മനസ്സിലായി. ഉടനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഓ, ഇതെന്താ എന്റെ വയറിന് ഇത്ര അധികം ഭാരം? കഴിച്ചതെല്ലാം ദഹിക്കാൻ സമയമെടുക്കുന്നു തോന്നുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ആ ഭാരം താങ്ങാനാവാതെ അത് താഴെ വീണു. മുത്തശ്ശിയും മരം വെട്ടുകാരനും റെഡ് റൈഡിംഗ് ഹുഡും അതിനെ പിന്തുടർന്നു. ചെന്നായ്ക്ക് ദാഹിച്ചതുകൊണ്ട് അത് നദിയുടെ അടുത്തേക്ക് ചെന്നു. വെള്ളം കുടിക്കാനായി കുനിഞ്ഞപ്പോൾ അത് ഭാരം താങ്ങാനാകാതെ വെള്ളത്തിലേക്ക് വീണു. രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. മുത്തശ്ശിയും മരം വെട്ടുകാരനും റെഡ് റൈഡിംഗ് ഹുഡും നദിക്കരയിലേക്ക് വന്നു. ചെന്നായി മുങ്ങിത്താഴ്ന്നത് കണ്ടു. ചെന്നായെ, നിനക്ക് തക്ക ശിക്ഷ കിട്ടി. നിന്റെ തന്ത്രങ്ങൾക്ക് ഇത് ആവശ്യമാണ്. രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, രക്ഷിക്കൂ. അവരെല്ലാരും വളരെയധികം സന്തോഷിച്ചു. അവരുടെ ജീവൻ രക്ഷിച്ചതിന് മരം വെട്ടുകാരന് മുത്തശ്ശി നന്ദി പറഞ്ഞു. ഒന്നിച്ചിരുന്ന് കേക്ക് കഴിക്കാൻ മുത്തശ്ശി അവനെ ക്ഷണിച്ചു. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് ഉടനെ തന്നെ കേക്ക് കഴിക്കാൻ ഒരുങ്ങി. പക്ഷേ മുത്തശ്ശി സമ്മതിച്ചില്ല. നിനക്ക് ചോക്ലേറ്റ്സും കേക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിനക്ക് ആവശ്യമുള്ളിടത്തോളം ഭക്ഷണം ഞാൻ ഇന്ന് നിനക്ക് തരും. പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഈ മരം വെട്ടുകാരന് വേണ്ടി നീ ഒരു പാട്ട് പാടണം. ഇദ്ദേഹം കാരണമാ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അതെ മുത്തശ്ശി, മുത്തശ്ശി പറയുന്നതാണ് ശരി. ഇദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. അവൾ പാട്ടുപാടാൻ തുടങ്ങി. ഈ ലോകം മനോഹരമാക്കിയതിന് ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് ഭക്ഷണം തന്നതിന് നന്ദി. പാടുന്ന പക്ഷികളെ തന്നതിന് നന്ദി. ഇവയെല്ലാത്തിനും ദൈവത്തിന് നന്ദി. അതിനുശേഷം എല്ലാവരും സന്തോഷമായി കേക്ക് കഴിച്ചു. ഇനി ഒരിക്കലും കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിയില്ലെന്ന് റെഡ് റൈഡിംഗ് ഹുഡ് തീരുമാനിച്ചു. അമ്മ പറയുന്നത് കേട്ട് ജീവിക്കാൻ അവൾ തീരുമാനിച്ചുറച്ചു.